ഹായ് ഓൾ. എന്താണ് പഴയ പണവും പുതിയ പണവും? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ലളിതമായി പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടാനുള്ള പണമാണ് പഴയ പണം. നമ്മുടെ കഴിവും അധ്വാനവും ഉപയോഗിച്ച് നമ്മൾ പുതിയതായി സമ്പാദിക്കുന്ന പണമാണ് പുതിയ പണം. നമ്മുടെ അടുത്തു നിന്നും മറ്റുള്ളവർ കടം വാങ്ങിയിട്ട് തരാനുള്ള പണം, അല്ലെങ്കിൽ ബിസിനസ്സിൽ നമുക്ക് അവകാശപ്പെട്ടതും എന്നാൽ തടസ്സങ്ങൾ കൊണ്ട് കിട്ടാത്തതുമായ പണം, അതുമല്ലെങ്കിൽ കിട്ടാനുള്ള കുടുംബ സ്വത്ത്, ഇതൊക്കെ പഴയ പണമാണ്. പല കേസുകളിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്ന പണം വർഷങ്ങളായി ഇപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് നമ്മെ നിരാശപ്പെടുത്തിയിട്ടുള്ള പണം. ഇങ്ങനെ പഴയ പണത്തിന് പിന്നിൽ നമ്മെ വേദനിപ്പിക്കുന്നതും അല്ലാത്തതുമായ ഒരുപാട് കഥകളുണ്ടാകും, അനുഭവങ്ങളുണ്ടാകും. പഴയ പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭൂരിപക്ഷം പേർക്കും വിഷമവും ദേഷ്യവും നിരാശയും നിസ്സഹായതയുമൊക്കെയാണ് തോന്നുന്നത്. എങ്കിൽ പോലും കൂടുതൽ പേരും തങ്ങളുടെ സമയവും ഊർജവും പാഴാക്കുന്നത് പഴയ പണത്തെക്കുറിച്ചുള്ള ചിന്തകളിലാണ്. ഫലമോ പുതിയ പണം സൃഷ്ടിക്കാനുള്ള മാനസികാവസ്ഥ പോലും നമുക്ക് നഷ്ടപ്പെടുന്നു. എന്നാൽ ഒരുപാട് പേർ വീണുപോയിട്ടുള്ള ഈ ചതിക്കുഴിയിൽ ഇനി നിങ്ങൾ വീണുപോകരുത്. ഇനി നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പുതിയ പണത്തിലാണ്. നമ്മുടെ കഴിവും അധ്വാനവും പരിശ്രമവും ഉപയോഗിച്ച് പല സ്രോതസ്സുകളിലൂടെ നാം നേടുന്ന വരുമാനമാണ് പുതിയ പണം. അതായത് ജോലിയിലൂടെ, പല ബിസിനസ്സുകളിലൂടെ നിങ്ങൾ സമ്പാദിക്കുന്ന പണമാണിത്. നമ്മുടെ ഫോക്കസ് എപ്പോഴും പുതിയ പണത്തിലായിരിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് പണത്തെ ആകർഷിക്കാനുള്ള നമ്മുടെ കഴിവിനെ നമ്മൾ തടസ്സപ്പെടുത്തും. പഴയ പണത്തിൻ്റെ പിന്നാലെ നടക്കുമ്പോഴുള്ള അപകടം വളരെ വലുതാണ്. കാരണം പുതിയതായി നമ്മൾ എന്താണോ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നത്, പണമുണ്ടാക്കാൻ, അതിലേക്കുള്ള നമ്മുടെ ഊർജം പഴയ പണത്തിൻ്റെ പിന്നാലെ തന്നെയായിരിക്കും എപ്പോഴും പോകുന്നത്. പലരും നമ്മുടെ അടുത്തു നിന്ന് അത്യാവശ്യ കാര്യങ്ങൾക്കായി പണം കടമായി വാങ്ങിയിട്ടുണ്ടാകും. നമ്മുടെ അവസ്ഥ കണ്ടിട്ട് വിഷമം തോന്നി നാം ഇല്ലാത്ത പണമുണ്ടാക്കിയായിരിക്കും അവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ ഇവർ തിരിച്ചു തരുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് കടം കൊടുക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ട് ആ പണം തിരിച്ചു ചോദിക്കുമ്പോൾ അത് കിട്ടാറില്ല. അതിൻ്റെ പേരിൽ വാക്കുതർക്കങ്ങളുണ്ടാകും, ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിക്കാം. 90% പേരും തിരിച്ചു കിട്ടാനുള്ള ആ പണത്തെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. കടം കൊടുത്ത പണം തിരിച്ചു ചോദിക്കുമ്പോഴും അത് കിട്ടാതിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഇല്ലായ്മയുടെ അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുപോലെ അതുണ്ടാക്കുന്ന മാനസിക സംഘർഷം നമ്മുടെ മനസ്സിനെ നെഗറ്റീവായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. ഒരാൾക്ക് പണം കൊടുത്ത് സഹായിച്ചിട്ട് നമ്മുടെ ഊർജ്ജത്തെ എന്തിനാണ് ഇങ്ങനെ ഇല്ലായ്മയിലേക്ക് കൊണ്ടുപോകുന്നത്? ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ മനസ്സിനെ എന്തിനാണ് ഇത്തരത്തിൽ നെഗറ്റീവാക്കി മാറ്റുന്നത്? ഇങ്ങനെ തിരിച്ചു കിട്ടാനുള്ള പണത്തിൻ്റെ പിന്നാലെ നടക്കുന്നതിന് പകരം പുതിയ പണത്തിൽ ഫോക്കസ് ചെയ്യുക. നാം ജോലി ചെയ്തും വിവിധ ബിസിനസ്സിലൂടെയും സമ്പാദിക്കുന്ന പണത്തെയാണ് പുതിയ പണം എന്ന് വിളിക്കുന്നത്. ആ പണത്തെ നമ്മിലേക്ക് ആകർഷിക്കുക. എന്താണോ ഞാൻ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ആഗ്രഹിച്ച സമയത്ത് തന്നെ എനിക്ക് കിട്ടാനുള്ള പണം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന മാനസികാവസ്ഥയിലായിരിക്കണം നിങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. ഞാൻ കടം കൊടുത്ത വ്യക്തിക്ക് സാമ്പത്തികമായി ഉന്നമനമുണ്ടാകുന്ന സമയത്ത് അതയാൾ പൂർണ്ണമായും തിരിച്ചു തരുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അതിന് പകരമായി നാം പലപ്പോഴും നെഗറ്റീവായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. സമ്പത്തിനെക്കുറിച്ച് സംസാരിക്കും ബിസിനസ് രംഗത്തുള്ളവരൊക്കെ പറയുന്നത് കേൾക്കാം. കടം കൊടുത്ത വ്യക്തി അല്ലെങ്കിൽ ബിസിനസ് പങ്കാളി എന്നെ ചതിച്ചു, എൻ്റെ പണം പലയിടത്തും ബ്ലോക്കായി കിടക്കുകയാണ് എന്നൊക്കെ. ഇങ്ങനെ പറയുമ്പോൾ പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് എനർജി നാം സ്പ്രെഡ് ചെയ്യുകയാണ്. എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത്, എന്താണോ ചിന്തിക്കുന്നത്, എന്താണ് എപ്പോഴും സംസാരിക്കുന്നത്, അത് നമ്മുടെ ജീവിതമായി മാറുമെന്നുള്ളത് ഒരു വലിയ സത്യമാണ്. കടം വാങ്ങി തിരിച്ചു തരാതെ പറ്റിച്ച വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതുപോലെയുള്ള സാഹചര്യങ്ങൾ, ചീറ്റിങ്ങുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും ആകർഷിക്കപ്പെടുന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.